സംസാരിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിക്കുന്നു. 1 കൊരിന്ത്യർ 1-ാം വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: ബട്ട് ഓഫ് ഹിം are you in Christ Jesus, who of God is made unto us wisdom and righteousness and sanctification and redemption. Hallelujah. നമ്മൾ ഇതിന്റെ 3 കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വിസ്ഡം, പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ കോൺസിക്രേഷൻ, റിഡംഷൻ. ഹല്ലേലൂയ. അതായത് ജ്ഞാനം, വിശുദ്ധീകരണം, അതുപോലെ തന്നെ അവസാനത്തെ നമ്മൾ സംസാരിച്ച കാര്യം വീണ്ടെടുപ്പ് എന്നുള്ള കാര്യം. ഇപ്പൊ സംസാരിക്കാൻ പോകുന്ന കാര്യം ജസ്റ്റിഫിക്കേഷനാണ്, നീതീകരണമാണ് സംസാരിക്കാൻ പോകുന്ന കാര്യം. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ നീതീകരണം, നമ്മുടെ നീതിയായി തീർന്നു. നമ്മൾ പറയത്തില്ലേ, നമ്മള് ക്രിസ്തു നീതീകരിക്കപ്പെട്ടെന്ന് പറയത്തില്ല, അതുപോലെ ക്രിസ്തു നമ്മുടെ നീതിയായി തീർന്നു, റൈറ്റസ്നെസ് ആയി തീർന്നു. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ എന്താണ് പേഴ്സണലായി പൗലോസ് അവിടെ അർത്ഥമാക്കുന്നത്? സ്തോത്രം. നമുക്കെല്ലാം അറിയാം, യേശു ക്രിസ്തു പാപത്തിനു വേണ്ടി, നമ്മളെ എല്ലാം മാനവീയ പാപത്തിന് വേണ്ടി മരിച്ചു. അതായത് ന്യായപ്രമാണത്തിന് സാധിക്കാൻ കഴിയാത്തതിനെ ക്രിസ്തുവേശു മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നിട്ട്, ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നിട്ട് ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ന്യായപ്രമാണത്തെ യേശു കർത്താവ് പൂർത്തിയാക്കിയ ശേഷം ആ നീതിയാണ് നമ്മളിലേക്ക് ഇങ്ങനെ പകർന്നിരിക്കുന്നത്. നമ്മൾ ഹല്ലേലൂയ ആ നീതി നമ്മുടെ അക്കൗണ്ടിലേക്ക് പകർന്നിരിക്കുക ചെയ്യുന്നത്. അതായത് ക്രിസ്തുവേശു ചെയ്ത പ്രവൃത്തിയുടെ റിസൾട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവേശുവിന് കിട്ടിയ പ്രതിഫലം, ക്രിസ്തുവേശുവിന്റെ അക്കൗണ്ടിൽ വന്ന പ്രതിഫലം ഒരു പണിയും ചെയ്യാതിരുന്ന, ഒന്നും അറിയാതിരുന്ന, അല്ലെങ്കിൽ ഒരു എഫേർട്ടും എടുക്കാതിരുന്ന എന്റെയും നിങ്ങളുടെയും അക്കൗണ്ടിലേക്ക് ഒരു എഫേർട്ടും ഇല്ലാതെ ആ പ്രതിഫലം, ക്രിസ്തുവേശുവിന് കിട്ടിയ എന്താണോ പ്രതിഫലം, അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. അതായത് ഫോർ എക്സാമ്പിൾ, ക്രിസ്തുവേശു ഒരു 1 lakh, അവർക്ക് 1 കോടി രൂപ കിട്ടിയിരിക്കട്ടെ. യേശു കർത്താവ് ഒക്കെ ഒരു മനുഷ്യനായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. യേശു കർത്താവ് ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് 1 കോടി രൂപ അക്കൗണ്ടിലേക്ക് വന്നു. ആ 1 കോടി എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. സിമ്പിൾ ആയി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു യേശുവിനെ അംഗീകരിച്ച് മാത്രമേ ഉള്ളൂ. യേശുവിന്റെ പാപത്തിന്റെ മോചകനാണെന്നുള്ള ഞാൻ ഏറ്റു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്താണോ യേശു കർത്താവ് ക്രൂശിൽ ചെയ്തത്, അതിന്റെ പ്രതിഫലം മൊത്തം എന്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ എനിക്ക് എഫേർട്ട് ഒന്നുമില്ല. അതായത് ഓട്ടം തികഞ്ഞത് വിജയിച്ചവന്റെ, ഒരു കാര്യം ചെയ്ത് വിജയിച്ച ഒരാളുടെ ആ വിജയത്തിന്റെ ആ ക്രെഡിറ്റ്, അല്ലെങ്കിൽ വിജയത്തിന്റെ ഒരു ജയത്തിന്റെ ഒരു റിസൾട്ട് എനിക്കും കിട്ടി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ മനുഷ്യൻ എന്താണോ ചെയ്തത്, ആ വിജയിച്ചയാൾ എന്താണോ ചെയ്തത്, അദ്ദേഹം ഒരു പക്ഷേ ഒരു യുദ്ധം ജയിച്ചു വന്ന മനുഷ്യനാകാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെയുള്ള എക്സാമിൽ ജയിച്ചു വന്ന മനുഷ്യനാകാം, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഏരിയയിൽ ജയിച്ച ഒരാളാണ്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ഒന്നും ചെയ്യാത്ത ഒരാളാണ്, ഞാൻ മാറി നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ആ മനുഷ്യനെ അംഗീകരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ആ മനുഷ്യൻ എന്താണോ എന്നുള്ളത് അംഗീകരിച്ച ഒറ്റ കാരണം കൊണ്ട് ആ മനുഷ്യന് കിട്ടിയ പ്രതിഫലം അതേപോലെ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്, ദൈവം നമ്മളിൽ കർത്താവ് നോക്കുമ്പോൾ, അതായത് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ, എന്നെ ദൈവമായ കർത്താവ് നോക്കുമ്പോൾ എന്നെ എപ്പോഴും ദൈവം കാണുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. അതായത് ക്രിസ്തുവിലൂടെ എന്നെ കാണുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ പോയി നിലവിളിച്ച് കരഞ്ഞു, കർത്താവേ എനിക്കത് പറ്റിപ്പോയല്ലോ, അയ്യോ ഞാൻ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം കണ്ണീരെ കണ്ട് ഇങ്ങനെ മനസ്സലിഞ്ഞ ക്ഷമിച്ചാൽ പിന്നെ മൂവട്ടം വിജയി, നിന്റെ കണ്ണീർ ഇത്രയും കണ്ടല്ലോ, അത്രയും കണ്ണീർ ഒഴുകിയോ, എന്ത് കണ്ണീരാ നീ ഒഴിക്കുന്നത്, ശരി എന്നാ പിന്നെ ക്ഷമിച്ചേക്കാം എന്നല്ല കർത്താവ് കാണുന്നത്. അതല്ല അവിടെ ആ കർത്താവിന്റെ മനസ്സെന്ന് പറയുന്നത്. ദൈവം നോക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്, യേശു കർത്താവിലൂടെ എന്നെ ദൈവം കാണുമ്പോൾ. നമുക്ക് അറിയാം, നമ്മളെ ദൈവം കാണുന്നത്, നമ്മളെല്ലാം ദൈവം കാണുന്നത് നമ്മുടെ മനുഷ്യരൂപത്തിലല്ല കാണുന്നത്. നമ്മളെല്ലാം തേജസ്സായിട്ടാണ് കാണുന്നത്. നമ്മൾ എത്രത്തോളം ആത്മീയത്തിൽ വളരുന്നു, നമ്മുടെ തേജസ്സിനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ദൈവം നമ്മളെ കാണുന്നത്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിലൂടെ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിലൂടെ കാണുമ്പോഴാണ് നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്നത്. ഒരിക്കലും ഓഫ്കോഴ്സ് അനുതാപം ഒരു വശത്തുണ്ട്, അനുതാപമാണല്ലോ നമ്മളിതിലേക്ക് നയിക്കുന്നത്. പക്ഷെ ക്രിസ്തുവേശു നമ്മൾ ദൈവം നോക്കുന്നത് ക്രിസ്തുവേശുവിലൂടെയാണ്. ക്രിസ്തുവേശു ഒരു കണ്ണാടിയാണ്. ക്രിസ്തുവില്ലാതെ ദൈവം എന്നെ കാണുമ്പോൾ ഞാൻ അശുദ്ധനും, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നവനാണ്. പക്ഷെ അതുകൊണ്ട് ക്രിസ്തുവിലൂടെ എന്നെ കാണുമ്പോൾ ഞാൻ പറയാം, അതായത് ലോകത്തിലെ മനുഷ്യർ പോലും തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കരയുന്നുണ്ട്. ഇല്ല, അവർക്ക് അനുതാപമുണ്ട്, കണ്ണുനീരുണ്ട്. പക്ഷെ അവരോട് ദൈവം ഒരു ക്രിസ്തുവിനെ അംഗീകരിച്ച് ആൾ ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കുന്നില്ല തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മളോട് ദൈവം നമ്മുടെ പാപത്തിന് മോചനം കിട്ടുന്ന ക്രിസ്തുവേശുവിലൂടെ, കർത്താവ് ചെയ്തു വെച്ച പ്രവൃത്തികളിലൂടെ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതായത് കർത്താവ് ചെയ്തു വെച്ച പ്രവൃത്തികളിലൂടെ നമുക്കൊരു നീതീകരണം സാധ്യമാവുന്നത്.
അതായത് നമുക്ക് റോമർ എഴുതിയ ആ ലേഖനത്തിലെ ചില വാക്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതിന്റെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒത്തിരി വാക്യങ്ങളുണ്ട്, പക്ഷെ എല്ലാം ഒന്നും നമുക്ക് വായിക്കാൻ സമയമില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് അപ്പോസ്തലൻ പറയുന്ന ഇങ്ങനെ, ആകയാൽ എന്നാൽ നന്മയുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു, ഒരു നാളും വരുത്, പാവം അത്രയും മരണകാരണമായി തീർന്നു. അതുകൊണ്ട് നന്മയുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്തറിയേണ്ടതിന്. ഓക്കെ, വേറൊരു വാക്യം വായിക്കാം. ഞാൻ പ്രവർത്തിക്കുന്ന അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അകല്ല പാപിക്കുന്നത് ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലും ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. അകൽ അത് പ്രവർത്തിക്കുന്ന ഞാൻ എന്നിൽ വസിക്കുന്ന പാവം അത്രേ. എന്നിലെന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുമ്പോൾ താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. സ്തോത്രം. അതായത് ഈ നമുക്കെല്ലാം നന്മ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അത് കഴിയുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വ്യക്തിയെ കാണുന്നു, ഒരു വ്യക്തി നല്ല ഒരു ജീവിതം കാണുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി നല്ലൊരു കാര്യം ചെയ്ത് നമ്മൾ കാണും. നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു 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 നെഗറ്റീവ് തോട്ടാ, അല്ലെ? അവനത്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടിയല്ലോ, അല്ലെങ്കിൽ അവനത് ഉണ്ടായല്ലോ, ഇതെങ്ങനെ ഉണ്ടായി, ഇല്ലേ? ഇതെങ്ങനെ കിട്ടി, അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന നെഗറ്റീവായിട്ടൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. പക്ഷെ ഒരിക്കലും നമുക്കൊരു പോസിറ്റീവായിട്ട് അവനത് കിട്ടി, നല്ല കാര്യം എന്നൊരു ചിന്ത മനസ്സിൽ വരാറില്ല. പലപ്പോഴും നെഗറ്റീവാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾക്ക് ദേഷ്യമുള്ള ഒരാളോട് ആ വ്യക്തി കിട്ടുന്ന ഓരോ നന്മയിലും നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ട് ചിന്തകൾ വരുന്നത്, ആദ്യം വരുന്നത്. പക്ഷെ ഇവിടെയാണ് ആ ക്രിസ്തു നീതീകരണത്തിന്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. അതായത് ക്രിസ്തു യേശു കർത്താവ് ഇതിനേക്ക് ജയിച്ച ഒരാളാണ്. ഹല്ലേലൂയ. ഇത്തരം ചിന്തകൾ, അതായത് യേശു കർത്താവിന് പാപമില്ലായിരുന്നു, യേശു കർത്താവിന് പാപമില്ല എന്ന് പറയുമ്പോൾ യേശു കർത്താവിനെ പാപത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യരെല്ലാം, നമ്മളെല്ലാം ആദാമിന്റെ പാപം മൂലം വീണവരായത് പോയതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ പാപത്തിന്റെ സ്വഭാവമുണ്ട്. നമുക്ക് എപ്പോഴും പാപത്തോടൊരു അടുപ്പമുണ്ട്. ബിക്കോസ് നമ്മൾ പാപത്തിൽ വീണുപോയവന്റെ പിന്തുടർച്ചക്കാരായതുകൊണ്ട്. പക്ഷെ യേശു കർത്താവ് അങ്ങനെയല്ല. ക്രിസ്തുവിന് ശരീരത്തിൽ പാപത്തിന്റെ സ്വഭാവം പോലുമില്ല. എന്തെങ്കിലും പാപം യേശുവിനെ തൊടണമെങ്കിൽ അത് പുറത്തുനിന്ന് വരണമായിരുന്നു. അങ്ങനെ പുറത്തുനിന്ന് യേശു കർത്താവിനെ പാപം തൊടാൻ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ളപ്പോൾ യേശു കർത്താവ് ഇതിനെ ജയിച്ചയാളാണ്, ഈ പാപത്തിന്റെ പ്രകൃതം ജയിച്ചയാളാണ്. അപ്പൊ ഈ പാപത്തിന്റെ പ്രകൃതം ജയിച്ച ഒരു ക്രിസ്തുവിലൂടെ നമ്മളെ കാണുമ്പോഴാണ് നമ്മുടെ പാപത്തിന്റെ ആ പ്രകൃതം ഉണ്ടെങ്കിൽ പോലും ദൈവത്തിന് നമ്മളെ വിശുദ്ധരായി കാണാൻ കഴിയുന്നത്. കാരണം ക്രിസ്തുവാണ് മിറർ. ക്രിസ്തു അവിടെ ജയിച്ച ഒരു വ്യക്തിയാണ്. ചേസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞ ആളുണ്ട്, അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ എനിക്ക് ബിജു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു 100 കിലോ വെക്കാനുള്ള കരുത്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ അതിനെ എന്റെ വിൽ പവർ വെച്ച് എനിക്ക് അതിനെ ചേരിപ്പോനുള്ള കഴിവുണ്ടായിരിക്കാം. അപ്പുറത്ത് മറ്റൊരാൾക്ക്, അല്ലെങ്കിൽ സുമയ്ക്ക് ഒരു 70 കിലോ പൊക്കാനുള്ള ഒരു പവറേ ഉണ്ടാവുകയുള്ളൂ, ഇല്ലേ? ആ സുമയ്ക്ക് ഒരു പക്ഷേ അത്രത്തോളം വിൽ പവർ ഉണ്ടാവണമെന്നില്ല, എക്സാമ്പിൾ ആണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഞാൻ സുമയെക്കാട്ടി ബോസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്ക് ഇത്രയും പറ്റുമല്ലോ, ഞാൻ ഇത്രയും വലിയ ഒരു കഴിവുള്ള ആള് എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ അവിടെയാണ് ദൈവം നോക്കുമ്പോൾ ഞാനും സുമയും എല്ലാ ദൈവത്തിന്റെ മുന്നിൽ ഒരുപോലെയാണ്. കാരണം അപ്പുറത്ത് യേശു കർത്താവ് 500 കിലോ എന്ന് പറഞ്ഞൊരു വെയിറ്റ് എടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്റെയും സുമയുടെയൊക്കെ പോസ്റ്റിങ്ങിന് യാതൊരു പ്രയോജനമില്ല അവിടെ. കാരണം 500 കിലോ എടുത്ത് പൊക്കിയിട്ടുള്ള ക്രിസ്തുവിലൂടെയാണ് ദൈവം എന്നെയും സുമയും കാണുന്നത്. അപ്പൊ എന്റെ 100 കിലോ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് ബോസ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ചിലത് എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള എന്റെ ബോസ്റ്റിങ്ങിന് അവിടെ യാതൊരു വിലയുമില്ല. എനിക്ക് സുമയെ കുറച്ച് കാണാനും കഴിയത്തുള്ളൂ. സുമയ്ക്ക് 70 കിലോ പൊക്കാൻ പറ്റത്തുള്ളൂ, ഒക്കെ വലിയ കഴിവൊന്നുമില്ല, എനിക്കാണെങ്കിൽ നല്ല കഴിവുണ്ട് എന്നൊരു ചിന്ത എന്നിൽ വരുന്നതിന് യാതൊരു ഗുണം, അങ്ങനെ അർത്ഥമൊന്നുമില്ല. കാരണം 500 കിലോ പൊക്കിയ ക്രിസ്തുവിലൂടെ എന്നെയും സുമയും ദൈവം കാണുന്നത്. അപ്പൊ ഞാനും സുമയും കർത്താവിന് മുമ്പിൽ ഒന്ന് തന്നെയാണ്, ഒരേപോലെയാണ്. ഒരു മാറ്റവും വരുന്നില്ല അവിടെ. കാരണം ക്രിസ്തുവിലൂടെ ദൈവം എന്നെയും നിങ്ങളെയും കാണുമ്പോൾ നമ്മളെല്ലാം ക്രിസ്തുവിന് മുമ്പിൽ ഒന്നാണ്. നമ്മളെല്ലാം ഒരേപോലെ നീതീകരിക്കപ്പെട്ടവരാണ്. നമ്മുടെ കഴിവിനല്ല പ്രാധാന്യം, മറിച്ച് ക്രിസ്തുവിലൂടെയുള്ള നമ്മുടെ ജീവിതത്തിനാണ് പ്രാധാന്യം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമ്മൾ എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ വിശ്വാസം ക്രിസ്തുവിൽ എങ്ങനെയാണെന്നുള്ള പ്രാധാന്യം. ഒരിക്കലും എന്റെ കഴിവോ നന്മയുള്ള എന്റെ കഴിവോ അല്ല, എന്റെ എബിലിറ്റികളോ എന്റെ ടാലൻസോ അല്ലെങ്കിൽ നന്മ ചെയ്യാനുള്ള എന്റെ കഴിവൊന്നുമല്ല. നന്മ ലോക മനുഷ്യൻ ചെയ്യുന്നുണ്ട്, അല്ലേ? അതല്ല ദൈവം നോക്കുന്നത്. കാരണം നമ്മളെ ദൈവം ആക്കി തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് ലോക മനുഷ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രിസ്തുവിലൂടെയുള്ള നമ്മുടെ വിശ്വാസത്തെയാണ് ദൈവം കണക്കിടുന്നത്. അതായത് ക്രിസ്തു ചെയ്ത പ്രവൃത്തികളിലൂടെ ആ ക്രിസ്തുവിൽ നമ്മൾ ആയി കഴിയുമ്പോൾ, ക്രിസ്തുവിനെ ദൈവം നോക്കുമ്പോൾ, ആ ക്രിസ്തുവിലൂടെ നമ്മളെ കാണുമ്പോൾ, ക്രിസ്തു എന്താണോ ചെയ്തു വെച്ചത് അതിന്റെ പ്രതിഫലം എനിക്ക് നിൽക്കും കിട്ടുന്നു. അതാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ വിശ്വാസമാണ് അതിന് കാരണം. നമ്മൾ വിശ്വസിക്കുന്നത് ക്രിസ്തു ആണെങ്കിൽ വസിക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഈ ജസ്റ്റിഫിക്കേഷൻ പുറത്തു വരുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതായത് ക്രിസ്തു ആണ് എന്നിൽ വസിക്കുന്നത് എന്നുള്ള വിശ്വാസം നമ്മൾ ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ ജസ്റ്റിഫൈഡ് ആകുന്നത്. ഒരിക്കൽ നമ്മുടെ പ്രവൃത്തി മൂലമല്ല, നമ്മുടെ കഴിവ് മൂലമല്ല,
എന്നെ ക്രിസ്തുവിലൂടെ കർത്താവ് കാണുമ്പോൾ, യേശു കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളുടെ, ഹല്ലേലൂയ, ആ പ്രവൃത്തികൾ മൂലം ക്രിസ്തുവിലൂടെ എന്നെ ദൈവം കാണുമ്പോൾ, യേശു കർത്താവ് ന്യായപ്രമാണം നിവർത്തിച്ചത് മൂലം ക്രിസ്തുവേശുവിലൂടെ എന്നെ ദൈവം നോക്കി കാണുമ്പോൾ, ആ ക്രിസ്തുവിന് കിട്ടിയ പ്രതിഫലം അതേപോലെ എന്നിലേക്കും വരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ദൈവത്തിന് വിശുദ്ധനായി മാറുന്നത്, നിങ്ങൾ ദൈവത്തിന് വിശുദ്ധരായി മാറുന്നത്, നമ്മൾ ജസ്റ്റിഫൈഡ് ആവുന്നത്. ഹല്ലേലൂയ. അതിന് വേണ്ടത് വിശ്വാസം. ഞാൻ ക്രിസ്തുവിലാണെന്നുള്ള വിശ്വാസം, ക്രിസ്തുവിനെ പോലെയാകാനുള്ള ആഗ്രഹം, ക്രിസ്തു എന്നിൽ ഞാൻ ക്രിസ്തു എന്നുള്ള ഒരു വിശ്വാസം, അതാണ് ദിവസങ്ങൾ നമുക്ക് വേണ്ടത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ദിവസങ്ങളിൽ ആ വിശ്വാസം വളരുക, യേശു ക്രിസ്തുവിനെ പോലെ എനിക്കാകണമെന്നുള്ള ആഗ്രഹ ദിവസങ്ങൾ ഒത്തിരി വർദ്ധിച്ചു വരട്ടെ. അതിലൂടെ നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ, പ്യൂരിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ ഉള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ നടന്നു കയറുന്നത്. ആ ഒരു ദിവസങ്ങൾ അത്തരം അനുഭവങ്ങളിൽ കയറുക, ക്രിസ്തുവിനെ ദൈവമായി ആശ്രയിപ്പാൻ, അതുപോലെ ഞാനല്ല ക്രിസ്തുവാണെന്നുള്ള വിശ്വാസത്തിൽ വളരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇത് ചെറിയ വാക്കുകൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ, കാരണം സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വലിയ ടോപ്പിക്കാണ്. എനിക്ക് ഒക്കുന്ന പോലെ സിമ്പിളായി ഞാൻ പറഞ്ഞു. ഈ ദിവസങ്ങളിൽ ഇത്തരം അനുഭവം നമ്മുടെ ജീവിതത്തിൽ അധികമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഞാനല്ല ക്രിസ്തു അത്രേ എന്നുള്ള ഒരു വിശ്വാസ ദിവസങ്ങൾ വളരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നമ്മൾ